നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും അക്കൗണ്ടൻസിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 വീഡിയോകളിലായി നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില പദങ്ങളുടെ പരിചയപ്പെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള വീഡിയോകളിലെല്ലാം തന്നെ നമ്മൾ അക്കൗണ്ടൻസിയിൽ ഇനി പരാമർശിക്കപ്പെടാതെ പോയ അടിസ്ഥാനപരമായ പദങ്ങളുടെ പരിചയപ്പെടൽ തന്നെ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വീഡിയോകളിലെല്ലാം നമ്മൾ കണ്ട പരിചയപ്പെട്ട അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനപരമായ പദങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓരോരുത്തരും നോട്ട്സിൽ എഴുതിയിട്ടുണ്ടാകും, അത് കൃത്യമായി പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടൻസിയിലെ ഈ അടിസ്ഥാനപരമായ പദങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ തുടർന്ന് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ അക്കൗണ്ടൻസിയിൽ പറയപ്പെടുന്ന പദങ്ങൾ നന്നായി ഹൃദ്യസ്ഥമാക്കേണ്ടതാണ്. കാര്യങ്ങൾ വ്യക്തമായി അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്ത കുറേയധികം അടിസ്ഥാനപരമായ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ നടത്തി ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെട്ട അക്കൗണ്ടിങ്ങിലെ അടിസ്ഥാനപരമായ പദങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് എക്കണോമിക് ഇവൻറ്റ്, സാമ്പത്തികമായ സംഭവങ്ങൾ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകൾ എന്താണ്, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസാക്ഷൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻറ്റിറ്റി, ഇവൻറ്റ്സ് അല്ല എൻറ്റിറ്റി എന്താണ് എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് അസറ്റ്, ആസ്തി എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇത് ക്ലാസിഫിക്കേഷനാണ്, അസറ്റിൻ്റെ ആസ്തിയുടെ ക്ലാസിഫിക്കേഷനാണ്, അത് നമ്മൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ലൈബിലിറ്റി എന്താണ്, ബാധ്യത എന്ന് പറയും. കറണ്ട് ലൈബിലിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റിയെ നമ്മൾ പരിചയപ്പെട്ടു. തുടർന്ന് നമ്മൾ ക്യാപിറ്റൽ എന്താണ് എന്നുള്ള കാര്യം പഠിച്ചു. ഡ്രോയിങ്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. റവന്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എക്സ്പെൻസ് എന്താണെന്ന് പഠിച്ചു. എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പഠിച്ചു. എക്സ്പെൻഡിച്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അക്കൗണ്ടിങ്ങിൽ വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇൻകം. എന്താണ് ഇൻകം? എന്താണ് ഇൻകം എന്ന് ചോദിച്ചാൽ, ഇൻകം മീൻസ് ഇൻക്രീസ് ഇൻ ദി നെറ്റ് വർത്ത് ഓഫ് ഓർഗനൈസേഷൻ ഐദർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് ഇൻകം എന്ന് ചോദിച്ചാൽ, ഇൻകം എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെറ്റ് വർത്തിൽ വർധന വരുത്തുന്നു. എന്താണ് നെറ്റ് വർത്ത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേമിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന പദം, മൂലധനം എന്ന് പറയുന്ന പദത്തിന് മറ്റു പേരുകളുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നെറ്റ് വർത്ത് എന്ന് പറയാറുണ്ട്, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയാറുണ്ട്. അതാണ് ഇവിടെ വീണ്ടും ആ നെറ്റ് വർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റു പേരുകളൊക്കെ പറയുമ്പോൾ ആ പേരുകൾ, മറ്റ് പദങ്ങൾക്കുള്ള പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്താണ് ഇൻകം എന്ന് ചോദിച്ചാൽ, ഇൻകം മീൻസ് ഇൻക്രീസ് ഇൻ ദി നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൂലധനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂലധനത്തിൽ എങ്ങനെ വർധനവുണ്ടാകും? 2 രീതിയിലാണ് വർധനവുണ്ടാകുന്നത്. ഐദർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി, ബിസിനസ്സിൽ നടക്കുന്ന ഒരു ക്രയവിക്രയം അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ നമുക്ക് മൂലധന വർധനവുണ്ടാകാം. അല്ലെങ്കിൽ ഓർ അതർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലല്ലാതെ ബിസിനസ്സിന് പുറത്തു നടക്കുന്ന മറ്റൊരു സാമ്പത്തിക പ്രവർത്തനം വഴിയും ബിസിനസ്സിൽ മൂലധന വർധനവ് സംഭവിക്കാം. അങ്ങനെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയോ ബിസിനസ്സേതര പ്രവർത്തനങ്ങളിലൂടെയോ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൂലധനത്തിൽ വർധനവുണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഇൻകം എന്ന് പറയാം. അപ്പോൾ ഇൻകം മീൻസ് ഇൻക്രീസ് ഇൻ ദി നെറ്റ് വർത്ത് ഓർ ക്യാപിറ്റൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഐദർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ
നോൺ ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റി. ഓക്കെ, നോൺ ബിസിനസ് അല്ല, ഓർ അതർ ആക്ടിവിറ്റി. നോൺ ബിസിനസ് ആക്ടിവിറ്റി എന്നും പറയാം, ബിസിനസ്സിലല്ലാതെ നടക്കുന്ന പ്രവർത്തനമാണല്ലോ അതർ ആക്ടിവിറ്റി. അപ്പോൾ ഇൻകം മീൻസ് ഇൻക്രീസ് ഇൻ ദി നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഐദർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റി. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നാം, റവന്യൂവും ഇൻകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ സാധാരണ റവന്യൂ ഇൻകം എന്നൊക്കെ പറയുന്നത് എല്ലാം നമ്മൾ ഒരുപോലെ ഉപയോഗിക്കുന്നൊരു പദമാണ്. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് റവന്യൂവും ഇൻകവും തമ്മിലുള്ള വ്യത്യാസം? ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഞാൻ ഒരു മാസം സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നതിന് പകരമായി സ്കൂളിൽ നിന്നും സർക്കാർ എനിക്ക് ശമ്പളം നൽകുന്നു, സ്കൂൾ മുഖേന എനിക്ക് ശമ്പളം തരും. അപ്പോൾ എൻ്റെ റവന്യൂ വരുമാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് മാസം തോറും കിട്ടുന്ന ശമ്പളം എൻ്റെ റവന്യൂ വരുമാനമാണ്. അത് എൻ്റെ പ്രധാന പ്രവർത്തന മേഖലയിലൂടെ എനിക്ക് കിട്ടുന്ന വരുമാനമാണ്. അതേസമയം എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. ആ വസ്തുവിൽ കുറച്ച് റബ്ബറൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്, റബ്ബറും കുറച്ച് കാർഷിക വിളകളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാർഷിക വൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വിറ്റ് എനിക്ക് അതിൽ നിന്നൊരു 10,000 രൂപയുടെ വരുമാനം മാസം തോറും ഉണ്ടെന്ന് വിചാരിക്കാം. മാസം തോറും അല്ല, ഉള്ള സമയത്ത് എനിക്കൊരു വരുമാനം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് റവന്യൂ, ഏതാണ് ഇൻകം എന്ന് ചോദിച്ചാൽ, എനിക്ക് സാലറിയിലൂടെ മാസം തോറും പണം കിട്ടുന്നത് എൻ്റെ പ്രധാന വരുമാനത്തിൻ്റെ ഉറവിടമാണ്. അതെൻ്റെ പ്രധാന പ്രവർത്തന മേഖലയിലൂടെ കിട്ടുന്നതാണ്. അതെൻ്റെ റവന്യൂ വരുമാനമാണ്. എന്നാൽ ഈ കാർഷിക മേഖല അല്ലെങ്കിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ചില മാസങ്ങളിൽ 10,000 കിട്ടും, മഴയുള്ള സമയങ്ങളിൽ 2,000 ആയിരിക്കും കിട്ടുന്നത്. എനിക്ക് വ്യത്യസ്തമായ എമൗണ്ടുകൾ കിട്ടാം. പക്ഷേ അതെൻ്റെ പ്രധാന പ്രവർത്തന മേഖല അല്ല. അല്ലാത്തൊരു മേഖലയിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുന്നു. അങ്ങനെ കിട്ടുന്ന 2,000 അല്ലെങ്കിൽ 1,000 അല്ലെങ്കിൽ 3,000 അല്ലെങ്കിൽ 10,000 എത്ര ആയിക്കോട്ടെ, ആ തുകയെ നമ്മൾ എന്താണ് പറയുന്നത്, അതർ ആക്ടിവിറ്റി, എൻ്റെ മറ്റു പ്രവർത്തനങ്ങളാണ്. അതുപോലെ ബിസിനസ് സ്ഥാപനത്തിലും സ്ഥാപനത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനം. എന്താണ് ആ പ്രവർത്തനം? സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അല്ലെ, സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ വിൽപ്പനയിലൂടെ വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ പ്രവർത്തനമാണ്. എന്നാൽ അതേ ബിസിനസ് സ്ഥാപനത്തിന് മറ്റൊരു ബിൽഡിങ് സ്വന്തമായിട്ടുണ്ട്, അതവർ വാടകയ്ക്ക് കൊടുക്കുകയാണ്. അതിൽ നിന്ന് കൃത്യമായി അവർക്ക് ഒരു വരുമാനം, റെൻറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവരുടെ ഇൻകമാണ്. അത് ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിലൂടെ കിട്ടുന്നതല്ല. അപ്പോൾ ഇൻകവും റവന്യൂവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, ക്രയവിക്രയ പ്രവർത്തനങ്ങളിലൂടെ, സാധന സേവന കൈമാറ്റ പ്രവർത്തനത്തിലൂടെ വരുമാനമുണ്ടാവുകയാണെങ്കിൽ അത് റവന്യൂ വരുമാനമാണ്. എന്നാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് സ്ഥാപനത്തിലുള്ള പ്രവർത്തനങ്ങളിലല്ലാതെ മറ്റു മാർഗങ്ങളിൽ കൂടെയും വരുമാനം കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇൻകമാണ്. ഇൻകം എപ്പോഴും എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ഓർഗനൈസേഷൻ. ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൂലധനത്തിൽ വർധനവുണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻകം എന്ന് ചോദിച്ചാൽ, ഇൻകം മീൻസ് ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ ത്രൂ ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റി. അപ്പോൾ ഞാൻ റവന്യൂ ഇൻകവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത് പഠിക്കാൻ വേണ്ടിയല്ല, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കാനാണ്. എന്താണ് ആ വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടേമിലേക്ക് പോവുകയാണ്. അടുത്ത ടേം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻ. 2 പേരുകളിൽ അറിയപ്പെടുന്നു കേട്ടോ. ഗെയിൻ എന്ന് പറഞ്ഞാൽ നേട്ടം, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം അല്ലെങ്കിൽ നേട്ടം എന്ന് തന്നെയാണ്. രണ്ടും ഇൻ്റർചേഞ്ചബിളായി അല്ലേ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പരസ്പരം. നമ്മൾ 2 വാക്കിനും ഏതാണ്ടൊക്കെ തുല്യ മീനിങ് തന്നെയാണ്. എന്താണ് പ്രോഫിറ്റ്? ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലാഭമുണ്ടാകാനുള്ള അവസ്ഥ എങ്ങനെയാണ്? അത് നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, ലാഭം കണ്ടെത്താൻ അല്ലേ. എങ്ങനെയാണ് ലാഭം? പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വരവ് ചിലവിനേക്കാൾ കൂടി നിൽക്കണം എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ 100 രൂപയുടെ വരവുണ്ട്, 50 രൂപയുടെ ചിലവുണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപ വരവിൽ നിന്ന് 50 രൂപ ചിലവ് മൈനസ് ചെയ്താൽ ബാക്കി വരുന്നത് ലാഭം അല്ലേ. അപ്പോൾ ലാഭം എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ് എന്നാണ് അല്ലേ. വരവിൽ നിന്ന്
ചെലവ് മൈനസ് ചെയ്താൽ, അത് മൈനസ് ചെയ്ത് മാറ്റിയാൽ മിച്ചം വരുന്നതാണ് പ്രോഫിറ്റ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ അതൊരു മറ്റൊരു രീതിയിൽ പറയുന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ഈസ് ദി എക്സസ് എന്ന് പറഞ്ഞാൽ കൂടി നിൽക്കുക, എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ, ഇനി നമ്മൾ പറയും അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസം വരുന്ന ഒരു വർഷത്തെയാണ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വളരെ വിശദമായി പറയും. അപ്പോൾ 12 മാസമുള്ള ഒരു വർഷം, ആ ഒരു വർഷമാണ് അക്കൗണ്ടിങ് പീരീഡ്. ആ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന റവന്യൂ അല്ലെങ്കിൽ വരവ് ചിലവിനേക്കാൾ കൂടി നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഇല്ലെങ്കിൽ എങ്ങനെ പ്രോഫിറ്റ് വരാം? ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഒരു അസറ്റിൻ്റെ വില, ഒരു ആസ്തിയുടെ വില കൂടിയാലും നമുക്ക് ലാഭമുണ്ടാകും. എക്സാമ്പിൾ, എൻ്റെ കൈവശം 10 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. ഞാൻ ആ സ്ഥലം 5 ലക്ഷം രൂപ വെച്ചാണ് വാങ്ങിയത്. അപ്പോൾ 10 സെൻറ്റിന് 5 ലക്ഷം വെച്ച് 50 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ സ്ഥലം വാങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 75 ലക്ഷം രൂപയായി. എന്ന് പറഞ്ഞാൽ ഇന്ന് ആ സ്ഥലത്തിൻ്റെ വില എന്ത് ചെയ്തു? കൂടി. 75 ലക്ഷം രൂപ വിലയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിയ വസ്തുവിന് ഇന്ന് 75 ലക്ഷം രൂപ വിലയായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 25 ലക്ഷം രൂപ എൻ്റെ ലാഭമാണ്. അപ്പോൾ ഒരു ആസ്തിയിലുണ്ടാകുന്ന വർധനവും നമുക്ക് ലാഭമെന്ന് പറയാം. ഞാൻ ഇന്നലെ ഒരു വാഹനം വാങ്ങി. ഇന്നലെ 4 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വാഹനം പെട്ടെന്ന് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു? 4,10,000 രൂപ തരാം എന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ എനിക്ക് എത്ര രൂപ നേട്ടമുണ്ടായി? 10,000 രൂപയുടെ നേട്ടമുണ്ടായി. ഇന്നലെ ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, 10,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ. പെട്ടെന്നാണ് കോവിഡൊക്കെ വന്നത് കാരണം എന്ത് ചെയ്തു? മൊബൈലൊക്കെ എൻ്റെ ലഭ്യത കുറവുണ്ട്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, വളരെ അടിയന്തരം എനിക്കൊരു മൊബൈൽ കിട്ടിയേ പറ്റൂ. ഞാൻ എൻ്റെ കൈവശം ഇരിക്കുന്ന മൊബൈൽ കൊടുക്കാം, പക്ഷേ എനിക്ക് 11,000 രൂപ തരണമെന്ന് പറയും. അയാൾ എനിക്ക് 11,000 രൂപ തന്നാൽ എന്താണ്? എൻ്റെ കൈവശം വരുന്ന അസറ്റാണ്. അതിൻ്റെ വാല്യൂവിൽ എന്തുണ്ടായി? 10,000-ൽ നിന്ന് 11,000-ആയി മാറി. 1000 രൂപയുടെ വർധനവുണ്ടായി. അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ വർധനവ് സംഭവിച്ചാൽ അതും ലാഭമാണ്. ഇനി മറ്റൊരു രീതിയിൽ സംഭവിക്കാം, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലൈബിലിറ്റി. നമ്മുടെ കൈവശം ഇരിക്കുന്ന ബാധ്യത കുറഞ്ഞാലും അത് നമുക്ക് ലാഭമാണ്. എക്സാമ്പിൾ, ഒരാളെ കയ്യിൽ നിന്ന് ഞാൻ 10,000 രൂപ കടം വാങ്ങി. അയാൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് പെട്ടെന്ന് പൈസ തിരിച്ചു വേണം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എനിക്കൊരു 8,000 രൂപ ഇപ്പോഴാണെങ്കിൽ 8,000 തന്നാൽ മതി. 10,000 വേണ്ട, 8,000 എനിക്ക് തന്നാൽ മതി. 8,000 എങ്കിലും എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയാം. അപ്പോൾ 10,000 ഞാൻ കൊടുത്തു തീർക്കേണ്ടടുത്ത് 8,000 കൊടുത്തു തീർക്കേണ്ടി വന്നാൽ എനിക്ക് അപ്പോഴും 2,000 രൂപ ലാഭമാണ്. അപ്പോൾ ഒരു ബാധ്യതയിൽ കുറവ് സംഭവിക്കുകയോ ആസ്തിയിൽ വർധനവ് സംഭവിക്കുകയോ റവന്യൂ എക്സ്പെൻസിനേക്കാൾ കൂടി നിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് 3 സാഹചര്യങ്ങളിലാണ് സംഭവിക്കുന്നത്. പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ ഓർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിൻ്റെ വാല്യൂവിലൊരു വർധനവ് സംഭവിക്കുക, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലൈബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയിലൊരു കുറവ് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോസ് ആണ്. പ്രോഫിറ്റ് എന്ത് പറഞ്ഞു? അതിൻ്റെ നേരെ വിപരീതമാണ് ലോസ്. അവിടെ പറഞ്ഞ അതേ സെൻറ്റൻസിനെ നമ്മളങ്ങ് തിരിച്ചു പറയുകയാണ്. അപ്പോൾ ലോസ് മീൻസ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ. ആരാണ് കൂടി നിൽക്കുന്നത്? ചെലവ് കൂടി നിൽക്കുകയും വരവ് കുറഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, എനിക്ക് 100 രൂപയുടെ ചിലവുണ്ടായി. ആ ചിലവുണ്ടായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വരവ് 80 രൂപ മാത്രമാണ്. അപ്പോൾ എനിക്ക് എത്ര രൂപയുടെ നഷ്ടം? 100 രൂപ ചിലവാക്കിയ ഒരു സാധനം വിറ്റപ്പോൾ എനിക്ക് 80 രൂപയെ കിട്ടിയുള്ളെങ്കിൽ 20 രൂപ നഷ്ടമാണ്. എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഞാൻ 50 ലക്ഷം രൂപ കൊടുത്ത് നേരത്തെ വാങ്ങിയ സ്ഥലത്തിന് ഇപ്പോൾ കൊറോണ കാരണം 45 ലക്ഷം രൂപയെ എനിക്ക് കിട്ടുന്നുള്ളൂ. എങ്കിൽ ഞാൻ 45 ലക്ഷത്തിന് വിൽക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപയുടെ അസറ്റിന് 45 ലക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ നഷ്ടം. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഓർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലൈബിലിറ്റി. ഒരാളെ നിന്ന് ഞാൻ 10,000 രൂപ കടം വാങ്ങി. അയാൾ പറയാണ്, എനിക്ക് തിരിച്ചു തരുമ്പോൾ പലിശ ഉൾപ്പെടെ 12,000 ആയിട്ട് തിരിച്ചു തരണം. അപ്പോൾ 10,000 ഞാൻ വാങ്ങിയത്, പക്ഷേ തിരിച്ചു കൊടുക്കുമ്പോൾ എത്രയായിട്ട് കൊടുക്കണം? 12,000 കൊടുക്കണമെന്ന് പറഞ്ഞാൽ 2,000 രൂപ ഞാൻ അഡീഷണലായി കൊടുക്കുന്നത് എനിക്ക് നഷ്ടമാണ്. അപ്പോൾ എന്താണ് ലോസ് എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റിൻ്റെ നേരെ വിപരീതം പഠിക്കുക. എന്താണ് പ്രോഫിറ്റിൻ്റെ നേരെ വിപരീതം എന്ന് പറയുമ്പോൾ? ലോസ് മീൻസ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ഓവർ ആൻ അക്കൗണ്ടിങ് പീരീഡ് ഓർ അക്കൗണ്ടിങ് ഇയർ ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ഓർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലൈബിലിറ്റി.
അപ്പോൾ എന്താണ് ലോസ്? ലോസ് മീൻസ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ, ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, ഓർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റി. അത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പറയുന്ന ടേമാണ് പർച്ചേസ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് പർച്ചേസ്. വാങ്ങൽ എന്നൊക്കെ പറയും അല്ലേ, പർച്ചേസ് ചെയ്യുക. അപ്പോൾ എന്താണ് പർച്ചേസ്? അപ്പോൾ ഒരു ബിസിനസ്സിൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് അക്വയർഡ് ബൈ എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ് സ്ഥാപനം വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ. ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് അക്വയർഡ് ബൈ, അക്വയർ ചെയ്യുക എന്ന് വെച്ചാൽ വാങ്ങുക, നേടിയെടുക്കുക എന്നുള്ളതാണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് അക്വയർഡ് ബൈ എ ബിസിനസ് കൺസേൺ ഫോർ ക്യാഷ്, പണം കൊടുത്തോ, ഓർ ക്രെഡിറ്റ്, കടം പറഞ്ഞു. അപ്പം കടത്തിനോ പണം കൊടുത്തോ ഒരു ബിസിനസ് സ്ഥാപനം വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട്, മൊത്തത്തിൽ എന്നുള്ള അർത്ഥമാണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ്, മൊത്തത്തിൽ നമ്മൾ ഗുഡ്സുകൾ വാങ്ങുന്നു. എങ്ങനെയാണ് വാങ്ങുന്നത്? ഒരു ബിസിനസ് സ്ഥാപനം പണം കൊടുത്തോ കടത്തിനോ ഒരു ബിസിനസ് സ്ഥാപനം വാങ്ങിക്കൂട്ടുന്ന മൊത്തം സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി ഇത് വാങ്ങിക്കൂട്ടുന്നത് ബിസിനസ് സ്ഥാപനം എന്തിനു വേണ്ടി ആയിരിക്കണം? ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ, വിൽക്കാൻ വേണ്ടി ആയിരിക്കണം. അത് നിർബന്ധം, വിൽക്കാൻ വേണ്ടി ആയിരിക്കണം. ഓർ ഇറ്റ്സ് ഓൺ യൂസ്, ഓർ യൂസ്, അല്ലെങ്കിൽ എന്തായിരിക്കണം? അവരുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. രണ്ട് കണ്ടീഷനാണ്. ഒന്നുകിൽ വിൽക്കാൻ വേണ്ടി ആയിരിക്കണം, ഓർ യൂസ്, അല്ലെങ്കിൽ ഓൺ യൂസ്, അവരുടെ സ്വന്തം യൂസിന് വേണ്ടി ആയിരിക്കണം, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ വാങ്ങുന്ന ഒരു ഗുഡ്സ് ബിസിനസ് സ്ഥാപനത്തിൽ ഉൽപ്പാദന പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണ്, പ്രൊഡക്ഷൻ പർപ്പസിന് ആവശ്യമാണ് എങ്കിൽ അതെന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ തന്നെ യൂസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ ഒരു ബിസിനസ് സ്ഥാപനം ക്യാഷ് കൊടുത്തോ കടത്തിനോ വാങ്ങിക്കൂട്ടുന്ന മൊത്തം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് അക്വയർഡ് ബൈ എ ബിസിനസ് കൺസേൺ ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ഓർ യൂസ് ഈസ് നോൺ ആസ് പർച്ചേസ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം പണം കൊടുത്തോ കടം പറഞ്ഞോ വാങ്ങിക്കൂട്ടുന്ന മുഴുവൻ സാധനങ്ങളും വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വാങ്ങിക്കൂട്ടുന്ന എല്ലാ സാധനത്തെയും നമ്മൾ പറയുന്ന വാക്കാണ് പർച്ചേസ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത സെൻറ്റൻസ് ആണ്. ഗുഡ്സ് അക്വയർഡ് ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് കനോട്ട് ബി ടേക്കൺ ആസ് പർച്ചേസ്. എന്നാൽ ഒരു ഗുഡ്സ് വാങ്ങുന്നത് അതിൻ്റെ ഉടമസ്ഥൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിനെ ഒരിക്കലും പർച്ചേസ് എന്ന് പറയില്ല. അതിന് നമ്മൾ എന്തെന്നാണ് പഠിച്ചത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ് ഡ്രോയിങ്സ് അല്ലേ, വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. അപ്പോൾ ഒരു ഉടമസ്ഥൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഗുഡ്സ് വാങ്ങിയാൽ, ഗുഡ്സ് ബിസിനസ്സിൽ നിന്ന് എടുത്താൽ അതിനെ നമ്മൾ പറയുന്നത് ഡ്രോയിങ്സ് എന്നാണ്, പർച്ചേസ് എന്നല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഗുഡ്സ് അക്വയർഡ് ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഗുഡ്സ് എടുത്താൽ അതിനെ നമ്മൾ പറയുന്നത് എന്തല്ല? പർച്ചേസ് എന്നല്ല പറയുന്നത്. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഡ്രോയിങ്സ് എന്നാണ്. അപ്പോൾ ഗുഡ്സ് അക്വയർഡ് ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് കനോട്ട് ബി ടേക്കൺ ആസ് പർച്ചേസ്. ഒരിക്കലും അതിൻ്റെ ഉടമസ്ഥൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗുഡ്സ് ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചാൽ അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഒരിക്കലും നമ്മൾ പർച്ചേസിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ എന്താണ് പർച്ചേസ് എന്ന് ചോദിച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം മൊത്തത്തിൽ പണം കൊടുത്തോ കടം പറഞ്ഞോ മൊത്തത്തിൽ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളാണ് പർച്ചേസ്. അത് എന്തിനു വേണ്ടിയാണ്? ബിസിനസ് വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അതിൽ ഉടമസ്ഥൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന ഗുഡ്സുകളെ ഒരിക്കലും എന്തായി പരിഗണിക്കില്ല? പർച്ചേസ് എന്ന് നമ്മൾ പരിഗണിക്കില്ല. അപ്പോൾ പർച്ചേസ് മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് അക്വയർഡ് ബൈ ദ ബിസിനസ് കൺസേൺ ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ഓർ യൂസ് ഈസ് നോൺ ആസ് പർച്ചേസ്. ഗുഡ്സ് അക്വയർഡ് ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് കനോട്ട് ബി ടേക്കൺ ആസ് പർച്ചേസ്. അപ്പോൾ 4 ടേമുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ഇൻകം എന്താണെന്ന് പരിചയപ്പെട്ടു, റവന്യൂവുമായി അതിൻ്റെ ബന്ധം എന്താണെന്ന് നമ്മൾ വ്യത്യാസം എന്താണ് ഉള്ളതെന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്താണെന്ന് ചർച്ച ചെയ്തു, ലോസ് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു, അടുത്ത നമ്മൾ പർച്ചേസ് എന്താണെന്ന് ചർച്ച ചെയ്തു. ഈ ടേമുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ വളരെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്സിൽ എഴുതുക, കൃത്യമായി ഇത് പഠിക്കുക, ആവർത്തിച്ച് കാര്യങ്ങൾ വീഡിയോസ് കേട്ട് ആവർത്തിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.